ഈ കേരളത്തിൻ്റെ ഭരണത്തിലേറാൻ BJP എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സമീപ ഭാവിയിൽ അത് നടക്കും എന്നുള്ള രീതിയിലേക്ക് ചർച്ച വഹിക്കും. പക്ഷേ BJPക്ക് ഇവിടെ അടിത്തറയുണ്ടാവാൻ, അല്ലെങ്കിൽ BJP വളരാൻ ഏത് രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്നതാണ് നല്ലത് എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച വന്നാൽ ധന്യയുടെ ഉത്തരം എന്തായിരിക്കും? എൻ്റെ ഉത്തരം പിണറായി തന്നെ ഇനിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. ഇടതുപക്ഷം തന്നെ കേരളം ഭരിക്കണം. ഇടതുപക്ഷത്ത് കേരളം ഭരിച്ചാൽ പിണറായി ഇപ്പോൾ മുഖ്യമന്ത്രി ആയാൽ, അല്ലെങ്കിൽ CPM-ൻ്റെ വേറെ ആരും ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എടുത്ത് പറയാൻ ഇല്ല. ഗോവിന്ദൻ മാസ്റ്റർക്ക് മുഖ്യമന്ത്രിയായുള്ളൊരു അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏകാധിപതിയാണ്, ധാർഷ്ട്രീയം അഹങ്കാരമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള എല്ലാ യോഗ്യതയും പിണറായി വിജയനുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ ഒരു ഹിന്ദുക്കളെ കുറച്ചുകൂടി ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഒരു ന്യൂനപക്ഷങ്ങൾക്കപ്പുറം ഒരു ഹിന്ദുപക്ഷം കൂടി നോക്കുന്ന ഒരാളാണ് എന്നതിനപ്പുറം അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. CPM ഇവിടെ ഭരിച്ചാൽ മാത്രമേ BJPക്ക് അത് കുറച്ചുകൂടി ഗുണം ചെയ്യൂ, വളരാൻ സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ശബരിമല പ്രശ്നമൊക്കെ വന്നപ്പോൾ ആദ്യം സർക്കാർ ഹിന്ദുക്കൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചുവെങ്കിലും പിന്നീട് അത് തങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഉടൻ തന്നെ മാറ്റാനായി ഒരു നിലപാട് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ കേസുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ BJP-ക്കാരായ എത്രയോ പേർക്ക് എത്രമാത്രം കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ എന്തുകൊണ്ടാണ് കൃത്യമായ നടപടി പിണറായി സർക്കാർ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ BJP-യും ഇടതുപക്ഷവും തമ്മിലൊരു അന്തർധാരയുണ്ട്. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അത് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറിച്ച് UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഇവിടെ ഭരിക്കുന്നത് ആരായിരിക്കും? തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആരായിരിക്കും? ലീഗായിരിക്കും. ലീഗിന്റെ തീരുമാനം കൂടി കണക്കിലെടുത്ത് അവരെ പിണക്കാതെ ആ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനാണ് വലതുപക്ഷം എപ്പോഴും ശ്രമിക്കുന്നത്. അവർക്ക് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലൊന്നും അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ക്രിസ്ത്യൻസിന്റെ വോട്ട് എങ്ങനെ നേടിയെടുക്കണമെന്നും ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് എങ്ങനെ നേടിയെടുക്കണം, ഇത് മാത്രമാണ് UDF-ന്റെ ചിന്ത. അവർക്ക് ഹിന്ദുക്കളോടൊന്നും വലിയ താല്പര്യമോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നോ അവരോട് അമിതമായ ഒരു ഒരു വിശ്വാസ്യതയൊന്നും UDF സർക്കാരിനില്ല. UDF സർക്കാർ എപ്പോഴും ഇപ്പോൾ BJP പറയുന്നത് എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. തിരിച്ച് കോൺഗ്രസ് പറയുന്നതും BJP ഒരു തരത്തിലും വളരാൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് നിലപാടും കൂടി ഒരുമിച്ച് പോകുമ്പോൾ BJPക്ക് കേരളത്തിൽ ഒരിക്കലും UDF അധികാരത്തിൽ വന്നാൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മാത്രമല്ല BJP 2031 കൂടി അധികാരത്തിലെത്തുമെന്നൊക്കെ കേരളത്തിൽ BJP അധികാരത്തിലെത്തും. ഇനി വരുന്ന നിയമസഭയിൽ BJP-യുടെ MLA-മാർ നിയമസഭയ്ക്കകത്തുണ്ടാകുമെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ, ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. അതിൽ എത്രത്തോളം സത്യം? താമരയ്ക്ക് വിരിയാനുള്ള ഫലപുഷ്ടിയായ ഒരു മണ്ണ് CPM തന്നെ ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ആ ഫലപുഷ്ടിയിൽ കുറച്ചുകൂടി നല്ല പോലെ വളവും വെള്ളവും ഒക്കെ ചേർത്ത് അതിനെ നല്ലതുപോലെ ഒന്ന് പരിപോഷിപ്പിച്ച് BJP എടുത്താൽ BJPക്ക് ഇവിടെ BJP പ്രതീക്ഷിക്കുന്ന ചില നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് ഒരു 4-5 MLA-മാർ നിയമസഭയ്ക്കുള്ളിലേക്ക് ഇരിക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിയും. അവിടെ CPM തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. CPM അധികാരത്തിൽ വന്നാൽ മാത്രമേ BJPക്ക് ഒരു നിലനിൽപ്പ് കേരളത്തിൽ ഉണ്ടാകൂ എന്നുള്ളതാണ്. കോൺഗ്രസ് വന്നാൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ തീർത്ത് പറയുന്നത്. പാർത്ഥന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ ആ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം CPM-മായി ബന്ധപ്പെട്ട് CPM BJP തമ്മിലൊരു ഡീൽ, അല്ലെങ്കിൽ ഒരു അലയൻസ്, രഹസ്യാത്മകമായ ഒരു അലയൻസ് ഉണ്ടോ എന്ന് മറ്റുള്ള ആളുകൾ സംശയിക്കുന്നത് പോലെ തന്നെ സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. പല കേസുകൾ സംബന്ധിച്ചും, കൊടകര കേസായാലും അതുപോലെ തന്നെ കരുവന്നൂരിലെ കേസായാലും, ഒപ്പം നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പല ആരോപണങ്ങൾ കസ്റ്റംസ് അന്വേഷിക്കുന്നു, ED അന്വേഷിക്കുന്നു, ഇനി അത് CBI അന്വേഷിക്കാൻ വരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ പല ആരോപണങ്ങളുണ്ട്. അത് രാജ്യദ്രോഹ കേസായിട്ട് അതിൻ്റെ പുറകെ ഈ ഇന്റർപോൾ വരെ വരും എന്നൊക്കെ കേട്ടു. എന്നിട്ടൊന്നും അതൊന്നും എവിടെ എത്തിയില്ല. ഇതിലൊക്കെ കറക്റ്റ് തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും പല ആളുകളുടെ അടുത്തു നിന്നും പല മൊഴികളും എടുത്തിട്ടും ശിവശങ്കറിൽ മാത്രം അത് ഒതുങ്ങിപ്പോയതെന്തേ? സ്വപ്നയെ ആരാണ് പുറത്തിറക്കിയത്? സ്വപ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ CPM-ഉം BJP-യും തമ്മിൽ പല കാര്യങ്ങളിലും ഒരു അന്തർധാരയുണ്ടോ എന്ന് പലരും സംശയിക്കുന്നത് പോലെ ഞാൻ സംശയിക്കുന്നു. എനിക്കറിയില്ല. പക്ഷേ
CPM അധികാരത്തിലിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ BJPക്ക് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. കാര്യം ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഒരു വിധി വന്നതോടുകൂടി അവർക്ക് സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരുന്നു. അവർ സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്നു. രാത്രിക്ക് രാത്രി ഒരു വിശ്വാസവുമില്ലാത്ത കുറേ ആളുകളെ കൊണ്ടുവന്ന്, രഹാന ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ശബരിമല കയറ്റുന്നു. അതോടുകൂടി BJP കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നു. BJPയുടെ അഭിപ്രായമെല്ലാം ആദ്യം BJPയുടെ അഭിപ്രായം ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് NSS ഒക്കെ രംഗത്ത് ഇറങ്ങിയതോടുകൂടി കുറച്ചുകൂടി ഹൈന്ദവീയമായിട്ടുള്ള ഒരു ഒത്തൊരുമയിലേക്കും അതുപോലെ തന്നെ BJP കുറച്ചും കൂടി വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റാനും ഒക്കെ ശബരിമല പ്രക്ഷോഭത്തിന് കഴിഞ്ഞു. അത് ഈ പറയുന്ന പിണറായി സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നടന്നത്. അത്തരത്തിൽ ഹിന്ദുത്വ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് BJP വളർത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഈ പിണറായി സർക്കാർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏത് കാര്യത്തിലായാലും ഇപ്പോൾ പിണറായിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല സമയത്തും ഹിന്ദുത്വ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും പൊട്ടിത്തെറിക്കുമ്പോൾ ഇസ്ലാം നേതാക്കളെ തെറിവിളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പിണറായിക്കുണ്ട്. ഇപ്പം രണ്ടും കൈവിട്ടു പോലത്തെ അവസ്ഥയാണ്. പക്ഷേ UDF വരുമ്പോൾ യഥാർത്ഥത്തിൽ BJPക്ക് ഗുണം CPM-ഉം ഹൈന്ദവ സനാതന ധർമ്മത്തിന് ഗുണം UDF-ഉമാണെന്ന് ഞാൻ പറയും. കാര്യം ശബരിമലയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിലെ കാരണം അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ആക്ടിവിസ്റ്റിനെയോ വിശ്വാസമില്ലാത്ത ആളുകളെയോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊണ്ടുപോയി ശബരിമലയിൽ കയറ്റുന്ന നിലപാട് UDF സർക്കാർ സ്വീകരിക്കില്ല. അവരെന്താണ് പറഞ്ഞത്? അവർ അത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് അല്ല കൊടുത്തത്. UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് LDF സർക്കാർ VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് UDF സർക്കാർ കൊടുക്കുകയും അതേ അഫിഡവിറ്റ് മാറ്റിയിട്ടാണ് പുതിയ LDF സർക്കാർ അഫിഡവിറ്റ് കൊടുത്തത്. അപ്പോൾ UDF കൊടുത്തത് അവിടെ വിശ്വാസികളുടെ ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്. ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയൊരു ഗുണമുണ്ടാവും. ഇനി അതല്ല, അത്തരത്തിലൊരു സുപ്രീം കോടതി വിധി വരികയാണെങ്കിൽ നിയമം ഭേദഗതി ചെയ്യാൻ പോലും UDF തയ്യാറാണ് എന്നാണ് അന്ന് നേതാക്കന്മാരെല്ലാം പറഞ്ഞത്. അത് വളരെ കൃത്യമായി ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു. രണ്ടാമത്തത് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് പിന്നെ ഭരണരംഗത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗ് ഇതുവരെ ഭരിക്കുമ്പോഴും കേരളത്തിലെ ഒരു ഹിന്ദു ക്ഷേത്രങ്ങളെയോ ഒരു ഹിന്ദുവിൻ്റെ കാര്യങ്ങളെയോ വ്രണപ്പെടുത്താനൊന്നും മുസ്ലിം ലീഗ് നിന്നിട്ടില്ല. വളരെ നയപരമായി അതിനെ കൈകാര്യം ചെയ്യാനാണ് ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് CPM-നെ പിന്തുണച്ചത്? ആദ്യഘട്ടത്തിലും പിന്നീടുള്ള ഭരണത്തിലും അവർ പിന്തുണച്ചത് എന്തുകൊണ്ടാണ്? ഹിന്ദു സ്നേഹമുള്ളതായിട്ടാണോ? അല്ല. അവർക്ക് കിട്ടേണ്ടതും കൃത്യമായി കൊടുക്കുന്നുണ്ട്. BJPയോടൊപ്പം ഒരു വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പരിപാടിയുണ്ട്. അതായത് അച്ഛൻ പിണറായിയുടെ അടുത്താൾ, മകൻ NDAയുടെ അടുത്താൾ. അതേ നിലപാട് CPM എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ അതോടൊപ്പം നിൽക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും BDP-യും പിന്നെ ഇത് ഈ പറയുന്ന SDP-യും ഒക്കെ നിന്നു എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസ് CPM-നോട് NSS ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. CPM അങ്ങനെ അത് എടുക്കില്ല. SNDP-യിൽ വെള്ളാപ്പള്ളി നടേശൻ ആയതുകൊണ്ട് മാത്രമാണ് CPM ആ കാര്യം കേൾക്കുന്നത്. പക്ഷേ NSS-നെയും SNDP-യെയും ജാതി സംഘടനകളെയും ഇനിയിപ്പോൾ ഹൈന്ദവ സംഘടനകളെയും ഒക്കെ കേൾക്കുന്ന ഒരു സർക്കാർ കോൺഗ്രസിൻ്റെ സർക്കാരാണ്. അവർ അത് കേൾക്കുകയും അവരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ മാതാമൃതാനന്ദമയിയുടെ ജന്മദിനത്തിന് പലപ്പോഴും തന്നെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വള്ളിക്കാവിൽ പോകുമ്പോൾ അവിടെ UDF-ന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ ഇതുവരെ വന്നിട്ടുള്ളൂ. ഒരു LDF-ന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ അവിടെ വരാറില്ല. അമൃതാനന്ദമയി ആൾദൈവമാണ് എന്നൊക്കെ പറയുന്നിടത്ത് ദൈവങ്ങളെ പിന്നെ CPM-മാർക്ക് പിടിക്കില്ല എന്നുള്ളത് അതിപ്പോ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും അവർക്ക് പിടിക്കില്ല. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ? കാന്തപുരം അബൂബക്കർ മുസ്ലിം ആൾദൈവമാണോ? അല്ലേ. അവരുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ അത്രയും സമാരാധ്യനായി കരുതുന്ന അവരുടെ ആൾദൈവമാണത്. അദ്ദേഹത്തിന്റെ കാലില് തൊട്ട് തൊഴാനും ഉമ്മ വയ്ക്കാനും എത്ര ആളുകൾ, അദ്ദേഹത്തെ കാൽ കെട്ട് കഴുകാനും കാല് കഴിക്കാനും കയ്യിൽ മുത്താനും ഒക്കെ എത്ര ആളുകളാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ കെട്ടിപ്പിടുത്തത്തിന് വേണ്ടി. അമ്മ ഒരിക്കലും അമ്മ ദൈവമാണെന്നോ അമ്മ ദൈവമാണെന്നോ പറഞ്ഞിട്ടില്ല. ആശ്രമം എന്ന് പറഞ്ഞാൽ അവർക്കില്ലല്ലോ. അവർക്ക് അദ്ദേഹത്തിന് അതിന് പകരമായിട്ട് അവിടെ ഒരു നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സിറ്റി തന്നെയുണ്ട്. ആ വലിയ എന്താണ് പിന്നെ ഈ കാരന്തൂരില് പിന്നെ ഈ താമരശ്ശേരിക്ക് ആ ഭാഗത്ത് മുക്കത്തിനടുത്ത് വലിയ സിറ്റി തന്നെ അദ്ദേഹം കെട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ നടക്കുന്ന ആത്മീയ പ്രചാരണങ്ങൾ പ്രവർത്തനങ്ങൾ രണ്ടും രണ്ട് വ്യത്യസ്തമാണല്ലോ, ബിംബങ്ങളാണല്ലോ എല്ലാം. ആ ബിംബങ്ങളുടെ അടുത്തെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ശരി, ആൾ ദൈവങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആൾ ദൈവമാണോ എന്നുള്ളതാണ് സംശയം. അമ്മ ഒരിക്കലും ഒരിടത്തും ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ അമ്മയെ കാണണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ സനാതന ധർമ്മത്തിൽ ഗുരുക്കന്മാർ എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട്.
അതായത് നമ്മുടെ സ്പിരിച്വലി അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് നമുക്ക് കുറച്ച് ഉണർവ് കിട്ടിയ ആൾ, അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് നേടിയ ആളുകൾ എന്ന് പറയും. ധന്യ സ്കൂളിൽ പഠിക്കുമ്പോൾ ധന്യയുടെ ഗുരുനാഥന്മാർ ധന്യക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടില്ലേ? മാതാപിതാക്കൾ ഒരുപാട് പ്രചോദനം നൽകിയിട്ടില്ലേ? പക്ഷേ ആത്മീയപരമായി ധന്യക്ക് ചില കാര്യങ്ങൾ പകർന്നു തരാൻ ധന്യക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. നമ്മൾക്കെല്ലാം പ്രശ്നം എന്താണെന്നറിയോ? സനാതന ധർമ്മത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടു പോയത് ഗുരുക്കന്മാരില്ലാതായി പോയി എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത്, ആരാണ് അനാഥൻ ആരാണ് സനാതൻ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനമ്മയും നഷ്ടപ്പെട്ടവനെ അനാഥൻ എന്നല്ലായിരുന്നു വിളിക്കുന്നത്. ഗുരു ഇല്ലാത്തവനെയാണ് വേദങ്ങളും ഭഗവത്ഗീതയും ഒക്കെ അനാഥൻ എന്ന് പറഞ്ഞത്. അല്ല, ആ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആവാത്ത രീതിയിലുള്ള ഗുരുക്കന്മാരെ കിട്ടണമെന്നാണ് പറയുക. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നത്. വീട് വെച്ചു കൊടുക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, പിന്നെ ആശുപത്രികൾ കെട്ടുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടുന്നു. അതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് വ്യാവസായികമായ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ അമൃത ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ ഏത് രോഗത്തിനും അമൃതയിൽ പോയാൽ നമ്മൾ പിന്നെ മരണത്തിൻ്റെ വക്കിലെത്തിയവരെ ജീവിപ്പിച്ച ആശുപത്രി. കാരണം അത്രത്തോളം തലയ്ക്കകത്ത് മൂളയുള്ള ഡോക്ടർമാരാണ് അവിടെ വർക്ക് ചെയ്യുന്നവർ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ചില കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. പിന്നെ ചില എന്താ പറയുക, അത് തുറന്നു പറഞ്ഞാൽ ശത്രുക്കൾ കൂടുമെന്നുള്ളത് കൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. എനിക്ക് ചില കാര്യങ്ങളോട് അമൃതാനന്ദമായി മാത്രമല്ല, ഒരാൾ ദൈവങ്ങളെയും പൂജിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരാൾ ദൈവങ്ങളും ദൈവങ്ങളാണെന്നും അവർ പിന്നെ പുറത്തുവിടുന്നത് ദൈവീകമായ ഉദ്ദേശത്തോടെ മറ്റേ സന്ദേശങ്ങളാണ്, ഇതൊന്നും വിശ്വസിക്കുന്ന ആളുള്ള. എൻ്റെ മനസ്സിലൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ കൃഷ്ണനും മനുഷ്യനായിരുന്നു, ശ്രീരാമനും മനുഷ്യനായിരുന്നു, പരശുരാമൻ മുതൽ 10 അവതാരങ്ങളും മനുഷ്യരായിരുന്നു. അവരെയൊക്കെ ധന്യ എന്താണ് പറയുക എന്ന് എനിക്ക് അറിയില്ല. കാരണം അവരൊക്കെ അവതരിച്ചത് അവരൊക്കെ അവതാരങ്ങളായിരുന്നു. അവതാരങ്ങളാണെന്ന് ആരാണ് പറഞ്ഞത്? നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. അതെ, അവതാരങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? അതേ കഥയിൽ തന്നെ പറയുന്നുണ്ട്. അതേ കഥയിൽ തന്നെ പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും കലിയുഗത്തിൽ പ്രത്യേകിച്ച് അവതാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗുരുക്കന്മാരാണ് എന്ന് പറയുന്നുണ്ട്. എൻലൈറ്റ്മെന്റ് നേടിയ ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാരിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗുരുക്കന്മാരും യോഗികളും മഹായോഗീശ്വരന്മാരും ഒക്കെ ഉള്ള നാടാണിത്. എനിക്ക് എന്നെ വിശ്വാസമില്ലാത്തപ്പോൾ എന്റെ ചിന്തകളെ, എന്റെ രീതികളെ എനിക്ക് വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഞാൻ മറ്റൊരാളെ ആശ്രയിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് പാർത്ഥൻ ചിന്തിക്കുന്ന രീതിയല്ല ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഊർജ്ജം എന്നിലുണ്ട്. ഇപ്പൊ എനിക്ക് പള്ളിയിൽ ചെന്നിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അമ്പലത്തിൽ പോയാലും എനിക്ക് സമാധാനം കിട്ടും. ഞാനൊരു കറകളഞ്ഞ ഹിന്ദു വിശ്വാസിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും എനിക്ക് പള്ളിയിൽ പോയാൽ കിട്ടുന്ന ഒരു ആശ്വാസം എനിക്ക് ആ സമയത്ത് അമ്പലത്തിൽ പോയാൽ കിട്ടണമെന്നില്ല. ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ആശ്വാസം എനിക്കൊരു പള്ളിയിൽ പോകുമ്പോൾ കിട്ടണം എന്നില്ല. ഞാൻ ഒരിടത്ത് പോയിട്ടും ഒരു മേൽശാന്തിയോടോ അല്ലെങ്കിൽ ഒരു പിന്നെ അവിടെ നിൽക്കുന്ന ഒരു പിന്നെ പൂജാരിയോടോ ഞാൻ പോകും ദൈവത്തെ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരണേ. ഇതിനപ്പുറം ഞാൻ അവിടെ ചെന്ന് കാറ് ബംഗ്ലാവ് ഇതൊന്നും ചോദിക്കാറില്ല. എൻ്റെ മനസ്സിൽ എനിക്കൊരു വിഷമം വരുമ്പോൾ, എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെന്ന് കണ്ണടച്ചിരുന്ന് കരയും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം, അതാണ് എൻ്റെ ശക്തി, എൻ്റെ ഊർജ്ജം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായും. അല്ലാതെ ഒരു ദൈവത്തിന്റെ പ്രതിനിധിയായി വന്ന ഒരാൾ ഒരു തൊട്ട് തൊഴുക, കെട്ടിപ്പിടിക്കുക, മുത്തം വയ്ക്കുക, ഇതിനോടൊന്നും ആരും പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ പ്രതിനിധികളാണ് എന്ന് ആരെയും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ, നമ്മൾ വിഷയത്തിലെ പെട്ടെന്ന് തിരിച്ചു വന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ശബരിമലയിൽ പോകുമ്പോൾ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, എന്താണ് തത്വമസി, നീ തന്നെയാണ് ദൈവം, നിന്റെ ഉള്ളിലുള്ളതാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തി കഴിയുന്ന മനുഷ്യർ എൻലൈറ്റ്മെന്റ് നേടിയ മനുഷ്യർ എന്ന് പറയുന്നു. നമ്മളത് കണ്ടെത്താത്തത് കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടി വരുന്നു, ഈ പറയുന്നത് പോലെ പള്ളിയിൽ പോകേണ്ടി വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നു. അത് കണ്ടെത്തിയ ആളുകൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് ബ്രഹ്മവുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആളുകളാണ്. ആ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുരുക്കന്മാർ, എൻലൈറ്റ്മെന്റ് നേടിയ ആളുകൾ എന്ന് വിളിക്കുന്നത്. അവരുടെ അടുത്ത് പോകുന്ന ആളുകൾക്കൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, എന്നും ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവത്തിന് തുല്യം ആരും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഈ വിഷയത്തിലേക്ക് വന്നാൽ,
ഈ പറഞ്ഞ പോലെ എന്താണ് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ സഹായം നൽകിയിട്ടുള്ളത് UDF ഭരണകാലത്ത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകൾ നടക്കുന്ന കാര്യം, ഇപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ എന്താണ് ഒരു UDF ഭരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളെയും പാർട്ടി നോക്കാതെ അവർ എല്ലാ സ്ഥലങ്ങളിലേക്കും തിരികെ കൊടുക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. CPM-നാണെങ്കിൽ CPM-ന്റെ ആളുകളെ മാത്രമേ അതിലേക്ക് കടത്തുകയുള്ളൂ. ആ ഒരു ദേവസ്വം എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയാൽ ആ പ്രതിഷേധത്തിന് എന്തെങ്കിലും വില CPM കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വില കൊടുക്കുന്ന പാർട്ടിയാണോ CPM? അല്ല. പക്ഷെ UDF നടക്കുന്ന സമയത്ത് ഒരു സമരം നടന്നാൽ അതിന്റെ പിറ്റേന്ന് അവർ നയം മാറ്റും, പിറ്റേന്ന് അവരെ തെറ്റാണെങ്കിൽ അത് മാറ്റും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് UDF ഭരിക്കുന്ന സമയത്ത് ലീഗിന്റെ ഒരു കാലഘട്ടത്തിൽ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗിനോടുള്ള ഒരു അതൃപ്തി ജനങ്ങളിൽ വലിയ രീതിയിലുണ്ടായിരുന്നു. അന്ന് അത് BJP-യോട് കുറേ അധികം ആളുകൾക്ക് കറക്റ്റ് BJP-യിലേക്ക് ഒരു ഷിഫ്റ്റ് വർദ്ധിച്ചത് ആ ഇലക്ഷനിലായിരുന്നു. BJP-ക്ക് വോട്ട് കൂടിയത് കൃത്യമായിട്ട് അത് പറഞ്ഞത് കെ സുരേന്ദ്രനാണ്, നമ്മളല്ല പറഞ്ഞത്. കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഷിഫ്റ്റ് വർദ്ധിച്ചതെന്ന് പറയുന്നുണ്ട്. കാരണം ആ ജനങ്ങൾക്ക് ലീഗിനോടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ LDF സർക്കാർ വരുന്ന സമയത്ത് ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ വോട്ട് BJP-യിലേക്ക് എത്തി. അപ്പോൾ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിക്കാൻ CPM വേണം. ഇനി ഹിന്ദുവിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് UDF വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധന്യ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ പറയൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം?